CPA കോളേജ് വർഷം തോറും നടത്തി വരുന്ന വലിയൊരു പ്രധാന ചടങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോൺവെക്കേഷൻ 2K25 എന്ന് പറയുന്ന വലിയൊരു ചടങ്ങിൽ അതിലിപ്പം കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് നമ്മൾ വർഷം തോറും നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഇതിൽ നമ്മുടെ കുട്ടികളൊക്കെ പുറം ഭാഗങ്ങളിലൊക്കെ പഠിക്കുന്ന, പുറത്ത് സ്റ്റേറ്റുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന മക്കളുണ്ട്. B.Edനും അതുപോലെ തന്നെ PGക്കൊക്കെ അലിഗഡിൽ JNU പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. അവരൊക്കെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി റെഡിയായി നേരത്തെ കൂട്ടി ഡേറ്റ് കാണിച്ചു കൊടുത്ത് അവർ ആ പ്രോഗ്രാമിന് ചാർട്ട് ചെയ്തിട്ടൊക്കെ വരുന്ന മക്കളാണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തേക്ക് നോക്കിക്കാണുമ്പം ഇത് നമ്മളുടെ ഈ മക്കളുടെ ഈ ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. കാരണം 260 പരം കുട്ടികളാണ് ഇന്ന് നമുക്ക് ബിരുദദാന ഇത് മേടിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 275-280 കുട്ടികളാണ് നമുക്ക് എക്സാം എഴുതിയിട്ടുള്ള, ഫൈനൽ എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഏകദേശം 260 പരം കുട്ടികൾക്ക് ഡിഗ്രി ക്വാളിഫൈഡായി അവരെ നമ്മൾ ബിരുദദാന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഞങ്ങൾക്ക് പുറത്ത് വിടാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത്. കാരണം നമ്മളുടെ ഇവിടെ പഠിച്ച മുഴുവൻ കുട്ടികളും ഏകദേശം 99% മക്കളും ഡിഗ്രി ക്വാളിഫൈഡ് ആവുക എന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആകുമ്പോൾ തന്നെ നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ വരുന്ന മക്കളെ നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരെ നന്നായിട്ട് ഹാർഡ് വർക്കിന് പ്രാപ്തരാക്കി അവർക്ക് ആക്ടിവിറ്റികളെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു ഇവിടുത്തെ ഒരു പഠന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റു കോളേജുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ പഠന രീതി എന്ന് പറഞ്ഞത്. നമ്മൾ കുട്ടികൾക്ക് ഒരു ക്ലാസ് റൂമിൽ മാത്രം ഒതുക്കി തരുന്ന പഠനമല്ല നമ്മളുടെ പഠനം എന്നുള്ളത്. നമ്മളെപ്പോഴും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതിൻ്റെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ ഉണ്ടത്താനി സാർ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി, CP അബ്ദുറഹ്മാൻ ഹാജിയുടെ വലിയൊരു സ്വപ്നമാണ് കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുത്ത് പുറത്തേക്ക് വിടുക എന്നുള്ളത്. ഡിഗ്രി സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾക്കറിയാം, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും മറ്റു കോളേജുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആണ്. എന്നാൽ നല്ല ജോലിക്ക് പ്രാപ്തരാകുന്ന കാൻഡിഡേറ്റ്സിനെ പുറത്തേക്ക് വിടുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ഇതോടുകൂടെ നമ്മൾ ആഡ് ഓൺ കോഴ്സുകൾ, CMA പോലത്തെ, IATA പോലത്തെ, ലോജിസ്റ്റിക്സ് പോലത്തെ കോഴ്സുകൾ, അവരവരുടെ ഡിഗ്രി കോഴ്സിന് തുല്യമാകുന്ന, അതിന് അനുകൂലപ്പെടുന്ന കോഴ്സുകൾ അവർക്ക് കൊടുത്ത് അവരെ നമ്മൾ ജോലിക്ക് പ്രാപ്തരായിക്കൊണ്ട് പുറത്തേക്ക് വിടുകയാണ്. അതോടൊപ്പം ആ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോബ് ഫെയർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവർ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ അവരുടെ ആഡ് ഓൺ കോഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഡിഗ്രി അവർ കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ ഇവിടുന്ന് ജോബ് ഫെയർ എടുന്ന് നല്ല നല്ല കമ്പനികൾ ഇവിടെ ജോബ് ഫെയർ നടത്തുന്നു. അതിലവർ പ്ലേസ്ഡ് ആയിട്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. കുട്ടികൾക്ക് വളരെ ആത്മവിശ്വാസമാണ് ഇവിടെ പഠിക്കുന്നതോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്, അപ്ഡേറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ കുട്ടികളുടെ സോഫ്റ്റ് സ്കിൽസ്, ലൈഫ് സ്കിൽസ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു, ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ലാസ്റ്റ് ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് നല്ല ഒരു നമ്മൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നമ്മൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികളെ പുറത്തേക്ക് വിടുന്നത്. പ്രധാനമായും മനസ്സിലാക്കാൻ സാധിച്ചത് തിരൂർ, അതുപോലെ തന്നെ കോട്ടയ്ക്കൽ, വളാഞ്ചേരി മേഖലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ അതിനിടയിലുള്ള കുട്ടികളുടെ ഒരു പ്രവേശനം അങ്ങനെയാണ്. ഈ ഏതെല്ലാം കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയുന്നു. നമ്മൾ ഡിഗ്രി കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് സയൻസ് ഡിഗ്രി കൊടുക്കുന്നത് BSc ഫുഡ് ടെക്നോളജി കൊടുക്കുന്നുണ്ട്, ബോട്ടണി, സുവോളജി, BSc ബോട്ടണി, BSc സുവോളജി, BSc സൈക്കോളജി പോലത്തെ കോഴ്സുകൾ സയൻസ് സെക്ടറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കൊമേഴ്സ് മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ BCom കോർപ്പറേഷൻ, BCom ഫിനാൻസ്, BBA പോലത്തെ കോഴ്സുകൾ, പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ, ഇതൊക്കെയാണ് നമ്മൾ BA ഇംഗ്ലീഷ് പോലത്തെ കോഴ്സുകളൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടി 260ഓളം കുട്ടികൾ പഠിച്ചിറങ്ങുന്നു. എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ പുറത്തിറക്കാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ റിസൾട്ട് പലപ്പോഴും നമ്മൾ കുട്ടികൾ 3 വർഷം വന്ന് പഠിക്കുന്നു, തിരിച്ചിറങ്ങി പോകുന്നു, അവരെക്കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാവാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. എന്നാൽ CPA കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളുടെ അടുത്ത് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. കാരണം ഈ കുട്ടികളൊക്കെ നമുക്ക് പറഞ്ഞേക്കുമ്പം ഇവരുടെ ആഡ് ഓൺ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഇവർ ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾ എങ്ങോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലിഗഡിൽ പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ JNU പഠിക്കുന്ന കുട്ടികൾ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, അതേപോലെ നമ്മുടെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവരൊക്കെ നമ്മൾക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെയാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, CUT എക്സാം എഴുതി ഞങ്ങളിവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ജോലിക്ക് പോകുന്ന കുട്ടികൾ, ചില കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും. അപ്പോൾ താൽക്കാലികമായ ഒരു ഡിഗ്രി പഠനം കഴിഞ്ഞ് പഠനം നിർത്തി അവർ മറ്റു ജോബുകളിലേക്ക്, വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ നമ്മൾ യൂറോപ്പിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾ, അങ്ങനെ ഒരു പറ്റം കുട്ടികൾ നമ്മുടെ പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. +2 പരീക്ഷ കഴിഞ്ഞ്
കഴിഞ്ഞു, ഈ എല്ലാവരും അഡ്മിഷന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിനുള്ള അന്വേഷണത്തിലാണ്. എന്താണ് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളോട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ പറയാം? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പല പരസ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡിഗ്രി എന്തിനാണ് നിങ്ങൾ വെറുതെ ഡിഗ്രിക്ക് പോകുന്നത് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു ഡിഗ്രിയുടെ കൂടെ കുട്ടികൾക്ക് നല്ല കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ജോബിന് കുട്ടികൾക്ക് പോകാൻ കഴിയുകയുള്ളൂ, നല്ല ജോബിന് പോകാൻ കുട്ടികൾ പ്രാപ്തരാവുകയുള്ളൂ. അതല്ലാതെ +2 കഴിഞ്ഞ് ചെറിയ ചെറിയ കോഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾക്ക് ജോബിന് പോകുമ്പോൾ അവരുടെ പ്രൊമോഷൻ, മറ്റു ഭാവി കാര്യങ്ങളൊക്കെ പ്രയാസത്തിലാവുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്ന മക്കളോട്, ഡിഗ്രി +2 എക്സാം കഴിഞ്ഞിരിക്കുന്ന മക്കളോട് പറയാനുള്ളത്, CPA കോളേജിൽ നിങ്ങൾ വരികയാണെങ്കിൽ CPA കോളേജിൽ നമുക്ക് ഇഷ്ടം പോലെ ഡിഗ്രി കോഴ്സുകളും അതിനനുസൃതമായ ആഡ് ഓൺ കോഴ്സുകളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി നല്ല ഒരു ജോബ്, കരിയർ കയ്യിൽ സ്വന്തമാക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പുറത്തിറങ്ങാൻ പറ്റും എന്നാണ് അവരോട് പറയാനുള്ളത്.